പ്രിയമുള്ളവരെ, ശബ്ദ സംവിധാനങ്ങൾ കൊണ്ടും പ്രകാശ നിയന്ത്രണങ്ങൾ കൊണ്ടുമെല്ലാം മനം കുളിർപ്പിക്കുന്ന ഒന്നാണല്ലോ പ്രൊഫഷണൽ ബാലേകൾ. ഇതാ ഇവിടെ അക്ഷരത്തെറ്റുകളുടെ കൂമ്പാരമായി മാറിയ ഒരു പ്രൊഫഷണൽ ബാലേ. റെഡിയല്ലേ? റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? ഓക്കെ ആയിട്ട് കയറി നിന്ന് ഞാനിപ്പോ ഓരോരുത്തരായിട്ട് വിളിക്കും. രംഗത്ത് രാജാവ്, രംഗത്ത് രാജാവ്. അതിന് എന്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല സുഹൃത്തെ. അതിന് നിന്നാരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? പിന്നെ രംഗത്ത് രാജീവ് രാജീവ് എന്ന് പറഞ്ഞത്. രാജീവല്ല, രംഗത്ത് രാജാവ്. അങ്ങനെ പോ അങ്ങട്. എന്ത് കഷ്ടമാണ്. രാജാവുവാ നീയല്ല, ഇത് ഡ്രൈവറാണ്. നീ ബടൻ പോ അങ്ങട്. നിങ്ങൾ ആരുമല്ല. ദേ നിക്കണ് സുരേഷ്, ഗംഗാരച്ചേട്ടന്റെ മോൻ സുരേഷ്. നീയല്ലേ രാജാവ്? കിരീടം വെച്ചേക്കണാട്ടില്ലേ? ഇങ്ങട് വാ, ഇങ്ങട് വാ സുരേഷ്, ഇങ്ങട് വാ. നീ തമാശ കളിക്കല്ലേ? കയറി വാ, വാ ഇങ്ങട് വാ. ഇങ്ങട് വരില്ലേ? അങ്ങോട്ട് പോ. നീ അങ്ങോട്ട് പോണ്. മൈക്കിന്റെ അടുത്തേക്ക് വാ. രാജാവ് നേരെ നോക്കുന്നു, എന്നെയല്ല, ഓഡിയൻസിനെ നോക്കാൻ. അയ്യോ ആ കാര്യം പിടിക്ക് പിടിക്ക് പിടിക്ക്. സുരേഷ് പണ്ടേ പേടിയുള്ളതാ. കയറുവാ, കയറുവാ. പ്രകാശം വരുമ്പോൾ രാജാവ് പുഞ്ചിരി തൂകുന്നു. പ്രകാശൻ ട്രാപ്പിലിരിക്കുക പോരാനാണ് ഇനി. അയ്യോ ആ പ്രകാശനല്ല, ലൈറ്റ് വന്നല്ലോ. വെട്ടം. പുഞ്ചിരി തൂയിക്കോ. തൂയിക്കോട്ടെ. സുരേഷേ എന്തേ കാണിക്കണത്? ഇത്രയും തൂവിയാ പോരെ? അല്ല, ആ പുഞ്ചിരിയിൽ നിന്ന് അട്ടഹാസം, അതായത് പൊട്ടിച്ചിരി. അടിപൊളി. അതിവിടെ പറഞ്ഞതാ. മഹാരാജാവ് ഗൗരവത്തിൽ, നാം ഇളയെടുത്ത കൊട്ടാരത്തിലെ ദൃഷ്ടദുമ്ന മഹാരാജാവ്. നടക്കൂല. എന്റെ പേരാണ്. നാം ഇളയെടുത്ത കൊട്ടാരത്തിലെ ദൃഷ്ടദുമ്ന മഹാരാജാവ്. താനങ്ങ് പറഞ്ഞാ പോരെ, വെറുതെ നേരം കളയണ. ഡയലോഗ് പറയണം. നിന്റെ പേരാണത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, വായിക്കൊള്ളണ വാക്ക് എഴുതിയാ മതി, എഴുതിയാ മതി. അല്ലാതെ പറയണം. പേരാണ് ദൃഷ്ടദുമ്ന മഹാരാജാവ്. പറഞ്ഞേക്കാം. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ സുരേഷ് മഹാരാജാവ്. മതി, അത് മതി. ആരെവിടെ? ഇവിടെ ആരുമില്ല. അതല്ല, ആരെവിടെ? ആരെവിടെ? നീ ചോദിക്കുക, ആരെവിടെ? ആരെവിടെ? അല്ല, അവൻ ബാലയിലൊരു ഡയലോഗ് പറഞ്ഞതാ. നിങ്ങൾ ആരെയും വിളിച്ചതല്ല. പോയെല്ലാവരും പോയേ. എന്ത് കഷ്ടമാണ് ദൈവമേ. എല്ലാവരും കൂടെ പോണം. ഇങ്ങട് വാ. ഏടാവേ, ഒരാള് നിന്നിട്ട് ബാക്കി എല്ലാവരും പോടാവേ. ആവശ്യമില്ലാത്തൊരുത്ത നിൽക്കണം. സുരേഷ് നീ ഇങ്ങട് വാ, നീ ഇങ്ങട് വാ. ബാക്കി എല്ലാവരും പോ. നീ ഇവിടെ തന്നെ. ബാക്കി എല്ലാവരും പോ. ബടൻ വരുന്നു, ബടൻ വരുന്നു. പടമായിട്ട് വന്ന പോടുന്നു. ബടൻ 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 വാ. ആഹാ, അടിപൊളി ബടൻ. ബടനായാലും ഇങ്ങനെ വേണം. മഹാരാജൻ അങ്ങ് ത്രിതങ്ക പുളങ്കിതനാവട്ടെ. മഹാരാജൻ അങ്ങ് ത്രിതങ്ക പുളങ്കിതനാവട്ടെ. മഹാരാജൻ ഇവനല്ലല്ലോ ബടൻ, ഇവനല്ലല്ല. സുനിയല്ലേ? സുനിക്ക് പനിയല്ലേ? അപ്പൊ അനിയാ? അനിയല്ലേ മുനി. അപ്പൊ ഇതേത് ശനി? ഇവൻ സനി. സനി ഡയലോഗ് പറയൂ. കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറ. മഹാരാജൻ അങ്ങ് ത്രിതങ്ക പുളങ്കിതനാവട്ടെ. ശരിയാവണില്ല. ഈ ഒരു പടി ബാക്കി പോയി പഠിക്ക്. പോരാ പോരാ, പോയി പഠിക്ക. അപ്പുറം പോയി പഠിക്ക്. പഠിച്ചിട്ട് വാ ഇങ്ങോട്ട്. മന്ത്രി വാ, മന്ത്രി വാ, മന്ത്രി വാ. ഞാനാണോ? ഒക്കെ നീയാണ്. നീ രാജാവല്ലേ. മന്ത്രി ഇങ്ങോട്ട് വാ, കേറുവാ. മതി മതി. എന്തു ക്ഷമിക്കണം, ഒരു പ്രാവശ്യം കൂടി. ചിരിച്ചതാണ്. അടിപൊളി ഡയലോഗ് പറ. മറന്നുപോയി. മമ പ്രണാമം പ്രഭു, മമ പ്രണാമം. മാക്രാണം പ്രഭു, മാക്രാണം. എന്തെന്നാണ് പറയണത്? മമ പ്രണാമം പ്രഭു, മമ പ്രണാമം. മാങ്ങാമണം പ്രഭു, മാങ്ങാം. ഇവിടെ വ്യക്തമായിട്ട് പറയണം. മമ പ്രണാമം പ്രഭു. മമ. അല്ല, കേസ് എന്താണ്? നമ്മളിങ്ങനെ കാണുമ്പോ വിഷയമില്ലേ? അത്രല്ല. ഹലോ രാജാവേ, ഹലോ. സുഖമല്ലേ? അത് മതി, അഡ്ജസ്റ്റ് ചെയ്ത് പോ. മന്ത്രി സത്തമ്മ. ഞാനാണോ മന്ത്രി? മന്ത്രി സത്തമ്മ. മന്ത്രി തത്തമ്മ. എന്തിനാണ് അവനെ തല്ലിയത്? എന്റെ ഇരട്ടപ്പേര് വിളിച്ചാൽ കൊല്ലും ഞാൻ അവനെ. എന്താ നിന്റെ ഇരട്ട പേര്? എന്റെ ഇരട്ടപ്പേര് തത്തമ്മ രാജു എന്നാണ് ഇവിടെ എല്ലാവർക്കും അറിയാൻ പാടില്ല. ഇവരുടെ ഇരട്ടപ്പേര് തോകലെന്ന് ഞാൻ വിളിച്ചാ. അയ്യേ, നിങ്ങൾ അലമ്പുണ്ടാക്കല്ലേ. മന്ത്രി സത്തമ്മ. മന്ത്രി രാജു. അത് മതി. നിനക്കറിയുമോ? നിക്കറഴിയുമോ? ഇല്ല, അഴിയില്ല. എന്ത് നിക്കറഴിയില്ലെന്ന്? അതല്ല, നിനക്കറിയാമോന്ന്. എനിക്ക് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ല. അപ്പൊ താഴെ പറഞ്ഞ് ഇവിടെ വന്നാൽ മതി, പറഞ്ഞു തരാം. ആൾക്കാരെ അറിയിക്കല്ലേ. ഒരു പണിയും. മന്ത്രി സത്തമ്മ. മന്ത്രി രാജു. അന്തപുരത്തിൽ നിന്ന് നമ്മുടെ ഉടയാടകൾ. അന്തപുരത്തിൽ നിന്ന് നമ്മുടെ ഉടയാത്ത എടുത്തോണ്ട് വരൂ. ഉടയാത്തതല്ല, ഉടയാടകൾ. അതായത് നിന്റെ കുപ്പായ. അന്തപുരത്തിൽ നിന്ന് കുപ്പ എടുത്തോണ്ട് വാടക. എത്ര നേരം കണ്ണടച്ച് കാണിക്കണം. എന്താണ്? എടുത്തിട്ടില്ല. എടുത്തിട്ടില്ലേ? ഭിക്കാരി നിന്റെ തലനാൻ പറ്റും. നിന്റെ തലനാൻ പറ്റും. നീ ഞൊട്ടും. നിങ്ങൾ വണ്ടി കയറി പറഞ്ഞ നിന്റെ പാന്റും ട്രൗസർ ഒക്കെ എടുത്ത് കയറ്റാൻ. ഇവിടെ പോയി ഞൊട്ടുന്നാ. മന്ത്രി പോയിക്കോ. മന്ത്രി എന്റെ കഴിഞ്ഞാ സുരേഷ പുറത്ത് കാണാം. അതിന്റെ പൊട്ടിക്കല ഞാൻ വന്നിട്ട് വിട്ടോ 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 വിട്ടോ. പഠിച്ചാ പഠിച്ചാ. ശരിയായിട്ടില്ല. ഇല്ല, ശരിയായിട്ടില്ല. ധൃതംഗത്തിലാണ് മുളകത്തിലാണ് ഞങ്ങളാ. നീ വാ തുറന്നാ കംപ്ലീറ്റ് തെറ്റാ. നീ അപ്പുറം പോയിട്ട് പഠിക്ക്, ചെല്ല്. എന്ത് കഷ്ടമാണ് ദൈവമേ. സുരേഷ് ആരവന് ഡ്രൈവർ. എന്താണ്? ബാലയാണ് പൊക്കിയുടെ ഇറക്ക. ആൾക്കാര് കാണുന്നു. സുരേഷ ഇങ്ങോട്ട് നീ നമ്മളാ പാലത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ചീട്ടെടുത്ത് അത് കണ്ടായിരുന്നു. ടോളിന്റെ ചീട്ട്. ബാലെ നടക്കരുത്. എന്ത് ബാലെ?
കഴിഞ്ഞ പ്രാവശ്യം ചോളിന്റെ ചീട്ട് കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് കായ് കൊടുത്ത് പോയത്. ബാല നടക്കണെന്ന്. ഈ പ്രാവശ്യം നടക്കില്ല. എന്ത് കഷ്ടമാണ്. പോ അങ്ങോട്ട്. ബാല നടക്കണ്. കാര്യം പൊക്കോ പൊക്കോ. ബാലയാണ്. ആരവിടെ? എന്ത് കഷ്ടമാണ്. നിങ്ങളെല്ലാം വിളിക്കണത്. പൊയ്ക്കോ. നിങ്ങളൊന്നുമല്ല അവൻ ഡയലോഗ് പറഞ്ഞ. സുരേഷ് ഇനി ആരവിടെ വേണ്ടട്ടാ. മഹാരാജൻ അങ്ങനെ ശരിയായിട്ടില്ല. പോയി പഠിക്കുന്നേ. ഏതാണ് ശരിയാവുന്ന? പോയി പഠിക്ക്. ഇതാരണത്? നമ്മുടെ ബാലയിൽ ഹനുമാനില്ല. ഹനുമാനില്ല ബാലയിൽ. ഹനുമാനല്ലേ ഇത്? ലൈറ്റ് കെട്ടണ ശശിയാ. ലൈറ്റ് കെട്ടാൻ കയറിയപ്പോ കടന്നിൽ കുത്തിയതാ. ശശി പോ. ശശി പോന്നേ. പോ ശശി. പിന്നെ മന്നെ പഠിച്ചാ മഹാരാജൻ അങ്ങനെ ശരി. അവിടെ നിന്ന് പോയി പഠിക്കണം. എന്ത് കഷ്ടമാണ്. നീ എഴുന്നേറ്റ്. മന്ത്രി ഒന്നും കൂടി വാ. മന്ത്രി എവിടെ? എങ്ങോട്ട് പോയി മന്ത്രി? ഇതിലേക്ക് വണ്ടി. മഹാരാജൻ ഒന്നും അറിയില്ലേ? മഹാരാജൻ ഒന്നും അറിയില്ലേ? എന്തേ കാണിക്കരുത്? ഒരു പ്രാവശ്യം പറഞ്ഞു. ഇനി വേണേ ഇങ്ങോട്ട് പറയാം. ആ മറിയലല്ല, ഒന്നും അറിയില്ലെന്ന്. എനിക്കൊന്നും അറിയില്ല. ശത്രുസൈന്യം നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. എന്താണ്? കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. വാ, നിവർത്തിയിട്ട് വരാം. അയ്യോ അതല്ല, ശത്രുസൈന്യം നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. കരക്കാര് നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. ഞാൻ പുള്ളിയുടെ ഹോട്ടലുണ്ടാവട്ടാ. അയ്യോ ഇട്ടിട്ട് പോലെ. എന്ത് കഷ്ടമാണ്. ഈ സമയം അയൽവക്കത്തെ രാജാവ് കോപിഷ്ഠനായി കടന്നു വരുന്നു. അയൽവക്കത്തെ രാജാവ് കോഴിക്കാഷ്ടമായിട്ടോ? കോഴിക്കാഷ്ടമല്ല, കോപിഷ്ഠനായിട്ട്. അയ്യടാ, കോപിഷ്ഠനായിട്ട് വരാൻ പറഞ്ഞിട്ട് ഇത് കണ്ടാടാ ചിരിച്ച് മെനകേടായിട്ട്. കോപം വരട്ടെന്ന്. ഗോപനൊക്കെ വന്നിട്ട് ഇനി എപ്പോഴാണ് തുടങ്ങുന്നത്? അതല്ല, നിന്റെ മുഖത്ത് ദേഷ്യം വരട്ടെ. എനിക്കത് വരൂല്ല. അയ്യോ, ഇന്നത്തെ ശമ്പളം ഞാൻ തരൂല്ലോ. എന്റെ സ്വഭാവം മാറിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ദേഷ്യം വന്നാ മതി. അത്ര മതിയാ? ഇങ്ങോട്ട് വാ. മഹാരാജാവ് വിളി കേൾക്കുന്നു. അയ്യോ, കണ്ട മീൻകാരെയൊക്കെയല്ലേ ഞാൻ രാജാവാക്കിയത്. അങ്ങനെയല്ല, അവന്റെ പേര് പറ. ത്രിവിക്രമ. നടക്കില്ല, ഞാനില്ല. നീ ഇട്ടറിഞ്ഞിട്ട് പോലെ എനിക്ക് കാശ് മേടിക്കണ്ടേ. നീ പറയുന്നേ. ത്രിവിക്രമ. വായി കൊള്ളൂലടാ ഈ പേര്. പറയുന്നു, എന്തെങ്കിലും ഒന്ന് പറയേ. എന്റെ പേരല്ലേ? ശശി. എടാവേ. എന്താടാവേ? എന്തൊക്കെയുണ്ട്? നല്ലതായിട്ട്. മതി. മഹാരാജാവ് വാളെടുക്കുന്നു. വാളെടുക്കാൻ പറ. ആ വാളല്ല, ഉറയിൽ നിന്ന് വാൾ വലിച്ചു. ഉറിന്നൊക്കെ എങ്ങനെയാണോ വാള് വലിച്ചു വിടണം? ഇങ്ങനെ. അയ്യോ, വാളെടുത്തിട്ടില്ല. വാളെടുത്തില്ലേ? വാള് വെച്ചേക്കണതാരാ? ആരാ വാള് വെച്ചാക്കണ? വാള് വെച്ചത് ഞാനാ. അല്പം മോര് വരുമോന്ന് തെളിയാൻ. അതല്ല, ഒറിജിനൽ വാള് വെച്ചേക്കണത് ആരാണ്? സുരേഷേ, ആളെ മനസ്സിലാക്കാതിരിക്കാനല്ലേ? വാള് കിട്ടിയ കാണാൻ പൂളാൻ പറ്റുന്നു. തന്നെയാണോ? എന്നെ അല്ല, അവനെ വെട്ട്. നല്ല കളി. വെട്ടിക്കഴിഞ്ഞാ മരിച്ചു വീഴുന്നു. അയ്യോ, നീ വെട്ടിട്ട് നീ തന്നെ മരിച്ചു വീണ. നീ മരിച്ചു വീണ. പൊട്ടിച്ചിരിക്കുന്നു. കിടക്കണം. നീ എങ്ങനെയാണ് ചിരിക്കണത്? നീ എവിടെ കിടക്കണ? ഈ സമയം ശത്രുസൈന്യം അന്തപുരത്തിലേക്ക് ഇരച്ചു കയറുന്നു. അവർ മഹാരാജാവിനെ വളയുന്നു. എന്താ? നിങ്ങളൊക്കെ എത് രാജ്യത്തെ ഭടന്മാരായി? രാജ്യത്തൊക്കെ ഭടന്മാരല്ല, പിന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്ത കമ്മിറ്റിക്കാരാ. എന്താ ചേട്ടാ പ്രശ്നം? ഞങ്ങൾക്ക് ഈ ബാല വേണ്ട. പിന്നെ എന്താണ് നിങ്ങൾ? ഞങ്ങൾക്ക് ചവിട്ട് നാടകം മതി. അയ്യോ, ചവിട്ട് കാണാൻ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയാം ചവിട്ട് നാടകം. അതല്ലേ? ചവിട്ടി പൊളിയാ. മഹാരാജൻ അങ്ങനെ മുളകിനാവട്ടെ. ഇപ്പൊ ശരിയായ